ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 9 ഇന്ന് 15-ാമത്തെ അധ്യായത്തിലെ 21 മുതൽ 30 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇതിൽ ദേവതയെല്ലാം അഗ്നി തന്നെയാണ്. അഗ്നി എന്നതിനെ ഊർജമായിട്ട് കാണണം. അപ്പോൾ ഊർജത്തെ പറ്റിയുള്ള ഒരു വിവരണമാണ് ഇവിടെ നൽകുന്നത്. അഗ്നി അനേകായിരം സന്തോഷങ്ങൾ 21 പറയുകയാണ്. അഗ്നി അനേകായിരം സന്തോഷങ്ങൾ നമ്മളിൽ എത്തിക്കുന്നു. നമുക്ക് സന്തോഷം നൽകുന്ന അനേകായിരം കർമ്മങ്ങൾ നമുക്ക് ചെയ്യുന്നു. അതായത് അഗ്നിയുടെ ഊർജത്തിൻ്റെ സഹായത്താലാണ് നമുക്ക് സന്തോഷജനകമായ പല കാര്യങ്ങളും സാധിക്കുന്നത്. ഇപ്പം തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ നല്ല ചൂടാക്കി കുളിച്ചാൽ നല്ല ഉന്മേഷം കിട്ടും. നല്ല ചൂട് ചായ കിട്ടേണ്ടിക്ക് കിട്ടും. നല്ല ഭക്ഷണം നല്ല പാകം ചെയ്ത് കിട്ടേണ്ടിക്ക് കിട്ടും. മൊബൈൽ ഉണ്ടാക്കേണ്ടിക്ക് അഗ്നി ഉപയോഗിച്ച് ഉണ്ടാക്കാം, ഊർജം ഉപയോഗിച്ച്. അങ്ങനെ അനേകായിരം സന്തോഷങ്ങളാണ് നൽകുന്നത്. ഊർജത്തിൻ്റെ സങ്കേതം അഗ്നിയാണ്. അഗ്നിയാണ് ഊർജത്തിൻ്റെ സങ്കേതം. അപ്പോൾ അഗ്നിനെ ഊർജമായിട്ട് കാണുന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 100 കണക്കിന് വസ്തുക്കളുടെ നിർമ്മാണം അഗ്നിയിലൂടെയാണ് നടക്കുന്നത്. 100 കണക്കിന് വസ്തുക്കളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കറി തന്നെ എത്ര കണക്കിന് ഉണ്ടാക്കുന്നുണ്ട്? 100 കണക്കിന് കറി ഉണ്ടാക്കുന്നുണ്ട്. അഗ്നിയിലിട്ട് ഉണ്ടാക്കുന്നില്ല. എന്തെല്ലാം തരം ഊർജം ഉപയോഗിച്ചിട്ട് ചമ്മന്തി ഇറക്കുന്നത് അത് ഊർജം ഉപയോഗിച്ചിട്ടല്ല. അപ്പോൾ എന്തെല്ലാം തരത്തിലാണ് അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മൾ 100 ആയിരക്കണക്കിന് കോടിക്കണക്കിന്. അതുകൊണ്ട് തന്നെ ദീർഘദർശിയും ഐശ്വര്യത്തിൻ്റെ നാഥനുമാണ് അഗ്നി. അഗ്നിയാണ് ഐശ്വര്യം നൽകുന്നത്. ദീർഘദർശിയാണ്. എന്തിനേയും എന്തുവാക്കി മാറ്റാനുള്ള കഴിവ് അഗ്നിക്കുണ്ട്. അഗ്നി ഉപയോഗിച്ചിട്ട് നമുക്ക് പലതും നിർമ്മിക്കാം. ഇനി 22 അങ്ങനെയുള്ള അഗ്നിയോട് പറയുകയാണ്, വിശ്വത്തിൻ്റെ നാഭിയിൽ നിന്ന് അഥർവൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നു. വിശ്വത്തിൻ്റെ നാഭി, വിശ്വം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ നാഭി, കേന്ദ്രത്തിൽ നിന്നും അഥർവ മഹർഷി. അഥർവൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജിയുടെ അധിപൻ. അഥർവവേദം ടെക്നോളജി, സയൻസിൻ്റെ തത്വം ഉപയോഗിച്ച് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അഥർവൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഉള്ളിൽ കിടക്കുന്ന അഗ്നിയെ ഇപ്പം മരത്തിൻ്റെ തടിയിൽ കടഞ്ഞിട്ടാണ് ആദ്യം അഗ്നി ഉണ്ടാക്കിയത്. അപ്പം തടിയുടെ അകത്ത് കിടക്കുകയാണ്. ഭൂമിക്കടിയിൽ അഗ്നിയുണ്ട്. ഭൂമിൻ്റെ ഏറ്റവും സെൻറ്ററിൽ എല്ലാ ഭൂമിക്കടിയിലുള്ള ക്രൂഡ് ഓയിൽ വെളിയിലെടുത്തു കഴിഞ്ഞാൽ അഗ്നി പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം അഥർവ മഹർഷി കൃത്രിമമായിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് നിന്നെ വിശ്വത്തിൻ്റെ നാഥനായി പ്രതിഷ്ഠിച്ചു. ഈ വിശ്വത്തിൻ്റെ നാഥൻ നീയാണ്. കാരണം നിന്നിലൂടെയാണ് എല്ലാം പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് തന്നെ അഗ്നിയിലൂടെയാണ്. ദ്രവ്യം ഉണ്ടായത് ഊർജത്തിൽ നിന്നാണ്. E=mc². അപ്പം ആദ്യം ഊർജമുണ്ടായി, അഗ്നി ഉണ്ടായി, അതിൽ നിന്ന് ദ്രവ്യങ്ങളുണ്ടായി. ഇനി 23 അഗ്നിയാണ് ഈ 3 ഭുവനത്തിൻ്റെയും കേന്ദ്രബിന്ദു. ഭൂമി, സ്വർഗം, പാതാളം. ഈ ഭുവനത്തിൻ്റെ, ഈ ഭുവനം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ 3 ലോകങ്ങളുടെയും നാഥൻ അഗ്നിയാണ്. അവൻ നമ്മളെ നയിക്കും. അഗ്നി ഉപയോഗിച്ചിട്ടാണ് നമ്മളെ നയിക്കുന്നത്. അല്ല, രാത്രി ഇരുട്ടത്ത് നടക്കുകയാണെങ്കിൽ ടോർച്ചടിച്ച് നടക്കുമ്പോഴും അഗ്നി തന്നെയാണ്. അല്ലെങ്കിൽ വെളിച്ചം, അഗ്നി വെളിച്ചമാണ് നയിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ടേക്ക് അയക്കുന്ന, നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്നതും ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ്. നടക്കണ്ടെങ്കിൽ എന്ത് വേണം? ഊർജ്ജം വേണം. ഊർജ്ജമെല്ലാം അഗ്നിയാണ്. ഈ ലോകത്തിൻ്റെ ഐശ്വര്യമാണ് നീ, ഈ ലോകത്തിൻ്റെ ശിരസ്സാണ് നീ. അതുകൊണ്ട് ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് അഗ്നിക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹവ്യവാഹനകനായ അഗ്നി ദേവതകൾക്ക് ഹവിസ്സെത്തിക്കുന്നു. സന്ദേശങ്ങൾ എത്തിക്കും അഗ്നി. ഹവിസ്സെത്തിക്കുക എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ എത്തിക്കുക. ഉദാഹരണമായിട്ട് കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ നമ്മളിവിടെ അഗ്നിയിലേക്ക് സോമം ഇട്ട് കഴിഞ്ഞാൽ അഗ്നി ചൂടാക്കിയിട്ട് സോമത്തെ എവിടെ എത്തിക്കും? അന്തരീക്ഷത്തിലേക്ക് എത്തിക്കും. എന്നിട്ട് മഴ പെയ്യിപ്പിക്കും. ഇന്ദ്രന് മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്
സോമത്തെ അവിടെ എത്തിക്കും. ആര്? അഗ്നി. അല്ലെങ്കിൽ സന്ദേശങ്ങൾ കൈമാറുന്നതും ഊർജത്തിൻ്റെ സഹായത്താലാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എല്ലാം ഉപയോഗിച്ചിട്ട്. അതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇനി 24. അഗ്നി ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രകാശിക്കും. ഇന്ധനങ്ങൾ ഉപയോഗിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ പ്രകാശിക്കും. തള്ളപ്പശുവിനെ കണ്ട കിടാവ് ആനന്ദിക്കുന്നത് പോലെ അഗ്നി സന്തോഷിക്കും. കത്തുന്ന സാധനങ്ങൾ കണ്ടാൽ അഗ്നിക്ക് തള്ളപ്പശുവിനെ കണ്ട കിടാവിനെ പോലെ സന്തോഷിക്കും. പ്രഭാതം വരുന്നത് കാണുമ്പോൾ ജീവജാലങ്ങളെല്ലാം സന്തോഷിക്കും. പ്രഭാതം വരുമ്പോൾ ജീവജാലങ്ങൾക്കെല്ലാം സന്തോഷം തന്നെ. ഉദിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ ഭയങ്കര ബേളല്ലേ. സൂര്യൻ വരുക എന്ന് പറഞ്ഞാൽ വെളിച്ചവും ചൂടുമെല്ലാണ് വരുന്നത്. അപ്പോൾ അതിലെല്ലാം ജനങ്ങളെല്ലാം സന്തോഷിക്കുന്നു. അതായത് അഗ്നി കാണുമ്പോൾ, സൂര്യനിൽ നിന്നാണല്ലോ അഗ്നി വെളിച്ചമല്ല, അതെല്ലാം കാണുമ്പോൾ മനുഷ്യർ സന്തോഷിക്കുന്നു, ജീവജാലങ്ങളടക്കം. ആ ശക്തിവിശേഷം നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകട്ടെ. അഗ്നി നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലുള്ള ഏത് ലോകത്തേക്ക് എത്തിക്കണ്ടെങ്കിൽ അഗ്നിക്കാണ് കഴിയുക. അന്തരീക്ഷത്തിൽ പോയാൽ മതി എങ്കിൽ റോക്കറ്റ് കയറി പോയാൽ മതി, അല്ല വിമാനത്തിൽ കയറി പോയാൽ മതി, അല്ല മറ്റുള്ള ഗ്രഹങ്ങളിൽ പോകണമെങ്കിൽ റോക്കറ്റ് കയറി പോവുക. അതിലെല്ലാം ഉപയോഗിക്കുന്നത് അഗ്നി തന്നെയാണ്. ഇനി 25. ആ അഗ്നി മഹിമയുള്ളവനാണ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അഗ്നി ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. എല്ലാ കാര്യവും സാധിപ്പിക്കുന്ന അഗ്നിയാണ്. സൂക്ഷ്മദർശിയാണ്. എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് അത് ചെയ്യും. ഏത് കാര്യം അഗ്നി സാധിപ്പിച്ചെടുക്കും. കാരണം അതിനെപ്പറ്റിയുള്ള ജ്ഞാനമുണ്ട്. എല്ലാ വസ്തുവിനെയും മറ്റൊന്നിലേക്ക് മാറ്റുന്നത് അഗ്നി ഉപയോഗിച്ചാണ്. അഗ്നി ഉപയോഗിച്ചിട്ടാണ് അരിനെ ചോറാക്കുന്നത്. അപ്പോൾ അരിനെ ചോറാക്കാൻ ആർക്കറിയാം? അഗ്നിക്കറിയാം. അപ്പോൾ എന്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഊർജ്ജത്തിന് അതറിയാം അതിനെങ്ങനെ നമുക്ക് വേണ്ട വസ്തുവാക്കി തരാമെന്ന്. അഗ്നിയുടെ മേധ വായുവാകുന്ന അഗ്നിയാകുന്നു. വാണിയാകുന്ന അഗ്നിയാകുന്നു. അഗ്നിയുടെ മേധ എന്ന് പറയുന്നത് വാണി, ശബ്ദരൂപത്തിലുള്ള അഗ്നിയാണ്. ശബ്ദരൂപത്തിലുള്ള വാണി എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ശബ്ദമെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പെടുന്ന തന്നെ. ശബ്ദതരംഗങ്ങൾ, ഊർജതരംഗങ്ങൾ. ഊർജം പല രൂപത്തിലുണ്ട്, അല്ല തരംഗരൂപത്തിലാണ്. ആ തരംഗരൂപത്തിലെടുക്കുമ്പോഴാണ് നമ്മുടെ സിഗ്നൽ സിസ്റ്റം ഇന്നുള്ള ഇലക്ട്രോണിക്സ് എല്ലാം ആ തരംഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് വാണി രൂപത്തിലാണ് അഗ്നിയുടെ മേധ കിടക്കുന്നത്. ഏറ്റവും മഹത്തരമായ അഗ്നിയുടെ രൂപം വാണി രൂപമാണ്, തരംഗരൂപമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് രൂപമാണ്. അതാണ് ഇന്ന് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെല്ലാം ഉപയോഗിക്കുന്നത്. അഗ്നിയിൽ ശുദ്ധിയുണ്ട്. ശുദ്ധിയായ ഒരു സാധനം അഗ്നി മാത്രമാണ്. അതായത് എന്തിനേയും ശുദ്ധിയാക്കാൻ കഴിവുണ്ട്. ഒരു വേസ്റ്റ് കത്തിച്ചാലും അഗ്നി പൊള്യൂട്ടാവില്ല. നേരെ മറിച്ച് വെള്ളം കൊണ്ട് എന്തെങ്കിലും കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ വെള്ളം മോശമായിപ്പോകും. പക്ഷേ അഗ്നി ഒരിക്കലും ശുദ്ധമാണ്, ബുദ്ധിയും ജ്ഞാനവുമാണ്. കാരണം അത് ഉപയോഗിച്ചിട്ടാണ്, അഗ്നിയാണ് എല്ലാ വസ്തുക്കളെയും പുതിയ പുതിയ വസ്തുക്കൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് എല്ലാ ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, ശക്തിയുണ്ട്. ശക്തി ഊർജത്തിൽ നിന്ന് തന്നെയാണ് ശക്തി ലഭിക്കുന്നത്. നന്മയുമുണ്ട്. നമുക്കെല്ലാം ഗുണം ചെയ്യാനുള്ള കഴിവ് അഗ്നിക്ക് ഉണ്ട്. ഈശ്വരൻ്റെ ഗുണങ്ങൾ അഗ്നി ആലപിക്കും. ഈശ്വരൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാകുന്നു. ജ്ഞാനം അതായത് സയൻസ് ആകുന്നു. സയൻസിനെ അഗ്നി, സയൻസ് തത്വങ്ങളെ അഗ്നി ആലപിക്കും. കാരണം അഗ്നി ഉപയോഗിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവും ഉണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാ ജ്ഞാനവും അഗ്നി, ആ ജ്ഞാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയത്. അപ്പോൾ അഗ്നിക്ക് എല്ലാ ജ്ഞാനങ്ങളും അറിയാം. അത് സ്വർഗസമാനമായ അഗ്നിയാണ്. സ്വർഗസമാനമായ ഐശ്വര്യം നൽകുന്നതാണ്. ചൈതന്യവും നമുക്ക് നൽകും. ഈ വിശ്വം മുഴുവൻ അത് എത്തിക്കും. ഐശ്വര്യം ഈ ലോകം മുഴുവൻ ഐശ്വര്യം ഉണ്ടാക്കും അഗ്നി. ലോകത്തിൽ എവിടെ ഐശ്വര്യമുണ്ടോ അതെല്ലാം അഗ്നിയുടെ സംഭാവനയാണ്.
വിശ്വം മുഴുവൻ അത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി 26. ആദ്യ സൃഷ്ടിക്ക് കാരണമായി തീരുന്നതിനെ നമ്മൾ മനസ്സിലാക്കണം. ആദ്യ സൃഷ്ടിക്ക് കാരണം പ്രപഞ്ചത്തിലെ ആദ്യ വസ്തുക്കൾ ദ്രവ്യമുണ്ടായത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ദ്രവ്യമായിട്ട് എടുക്കാം. ദ്രവ്യം ഉണ്ടായിരിക്കുന്നതിന് തുടക്കത്തിലുള്ളത് ഏതാണ്? അഗ്നിയാണ്, ഊർജമാണ് ദ്രവ്യമായി മാറിയത്. ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഊർജത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ അഗ്നിയിൽ നിന്നാണ് ആദ്യ വസ്തുക്കളുടെ നിർമ്മാണമെല്ലാം തുടങ്ങിയതായിട്ട് മനസ്സിലാക്കണം. ഈ യജ്ഞം കൃതത്താലാണ്. കൃതത്തിൽ നിന്നാണ് അഗ്നി ഉത്ഭവിക്കുന്നത്. അതിൽ നിന്നാണ് പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത്. അതാണ് പരിഭൂതമാകുന്നത്. അതായത് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന എല്ലാ വസ്തുക്കളെയും പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് അഗ്നിയാണ്. പിന്നെയോ ദേവതകൾ ഇവിടെ ഈ ലോകത്തിൽ എല്ലായിടത്തും ദേവതകൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ദേവതകൾ മുഴുവൻ, ദേവതകൾ എന്ന് പറഞ്ഞാൽ 33 കോടി ദേവതകളുണ്ട്. ആ 33 കോടി വസ്തുക്കൾ എന്ന് പറയാം. അതെല്ലാം ഏതിൽ നിന്നുണ്ടായതാണ്? അഗ്നിയിൽ നിന്നുണ്ടായത്. ആദ്യമുണ്ടായത് അഗ്നിയാണ് ദ്രവ്യങ്ങളെല്ലാം ഇലക്ട്രോൺ പ്രോട്ടോൺ എല്ലാമായിട്ട് മാറിയിട്ട് ഈ പ്രപഞ്ചം തന്നെയായിട്ട് മാറിയത്. അത് മനോഹരിതയോടുകൂടിയും പ്രകാശത്തോടുകൂടിയും ഈ വിശ്വത്തിൽ നിറഞ്ഞിരിക്കുന്നു. അത് മനോഹരമായ രൂപത്തിൽ. നമ്മൾ ഈ ചെടികൾക്കെല്ലാം പല നിറങ്ങൾ കാണുന്നതിൻ്റെ പിന്നിലെല്ലാം തന്നെ എന്താണുള്ളത്? അഗ്നിയാണ്. ചിലത് ചുവപ്പായിട്ട്, ചിലത് മഞ്ഞയായിട്ട്, അങ്ങനെ പല തരത്തിലുള്ള. ആകാശം പല നിറത്തിൽ കാണുന്നു, വിബ്ജിയർ എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ? അതെല്ലാം എന്താണ്? പ്രകാശത്തിൻ്റെ വിഘടിത രൂപങ്ങളാണ്. ഇതെല്ലാം പ്രകാശം എന്ന് പറയുന്നത് അഗ്നിയുടെ ഒരു രൂപമാണ്. അപ്പോൾ അത് പല രൂപത്തിൽ മനോഹരമായും പ്രകാശത്തോടുകൂടിയും വെളിച്ച രൂപത്തിലും പ്രകാശ രൂപത്തിലും അത് ഈ വിശ്വത്തിൽ നിറഞ്ഞു കിടക്കുന്നു. ആകാശത്തിൽ എന്തെല്ലാം എവിടെ നിറങ്ങൾ കാണുന്നുണ്ടോ ആ നിറങ്ങളെല്ലാം വെളിച്ചത്തിൻ്റെ സംഭാവനയാണ്, അഗ്നിയുടെ സംഭാവനയാണ്. വെളിച്ചം എന്ന് പറഞ്ഞാൽ അഗ്നി എന്ന് പറയുന്നത് ഊർജമായിട്ട് കാണണം. ഇനി 27. അഗ്നി സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിൻ്റെ നാഥനാണ്. ഈ ലോകം നിലനിൽക്കുന്നത് അഗ്നിയിലൂടെയാണ്. നമുക്കും അഗ്നിയിലേക്ക് നിലനിൽക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിനൊരു ചൂടുണ്ട്. ആ ചൂട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും. കൂടിപ്പോയാലും ദോഷമാണ്. അപ്പം അഗ്നിയാണ് നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്നത്. അത് എപ്പോഴും ജാഗ്രതയായിരിക്കുന്നു, കർമ്മത്തോടു കൂടി ചേർന്നിരിക്കുന്നു. അഗ്നി എപ്പോഴും ജാഗ്രതയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ജാഗ്രതയായിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള ഊർജമാണ് നമ്മളെ ജാഗ്രതയാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഊർജമാണ് നമ്മളെ ഉണർന്ന് ജാഗ്രതയോടെ ഇരിക്കുന്നത്. കർമ്മത്തോട് ചേർത്തിരിക്കുന്നു. നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്യണമെങ്കിൽ നമുക്ക് ശക്തി ഉണ്ടെങ്കിലേ കർമ്മം ചെയ്യാൻ പറ്റൂ. ശക്തിയുടെ സ്രോതസ്സാണ് അഗ്നി, അല്ലെങ്കിൽ ഊർജം. അഗ്നി ഐശ്വര്യത്തിൻ്റെ കേന്ദ്രമാണ്. എല്ലാ ഐശ്വര്യങ്ങളും അഗ്നിയിലൂടെയാണ് നമ്മൾ സാധിപ്പിച്ചെടുക്കുന്നത്, ഊർജത്തിലൂടെ. ബലശാലിയാണ്, അഗ്നിക്കുന്നുണ്ട്, ശക്തിയുമുണ്ട്. കളങ്കമേശാത്ത പ്രകാശത്തിലാണ് അഗ്നി ജ്വലിക്കുന്നത്. കളങ്കമേശാത്ത പ്രകാശത്തിന് കളങ്കമൊന്നുമില്ല. അതും വളരെ നിർമ്മലമായിട്ട് ശുദ്ധമായിട്ടാണ് പ്രകാശം കിടക്കുന്നത്. അത് അഗ്നിയുടെ ജ്വാലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി 28. അഗ്നി നിഗൂഢ കേന്ദ്രത്തിലെ അങ്കീരസാണ്. അങ്കീരസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായ കണങ്ങളെ, സൂക്ഷ്മ കണങ്ങളെയെല്ലാമാണ് അങ്കീരസ് എന്ന് പറയുന്നത്. ആദ്യമുണ്ടായത് അഗ്നി തന്നെയാണ് ആദ്യത്തെ അങ്കീരസ്. അത് നിഗൂഢ കേന്ദ്രങ്ങളിലുണ്ട്. അതെല്ലാം പലയിടത്തും ഒളിച്ചു കിടക്കുകയാണ്. നമുക്ക് വെള്ളത്തിൽ പോലും എന്തുണ്ട്? അഗ്നിയുണ്ട്. നമ്മൾ വിചാരിക്കും വെള്ളം കണ്ടു കഴിഞ്ഞാൽ, വെള്ളം വീണ് കഴിഞ്ഞാൽ അഗ്നി കെട്ടുപോകുന്നു. അല്ല, വെള്ളത്തിലും അഗ്നിയുണ്ട്. വെള്ളം അങ്ങനെ നിൽക്കുന്നത് അഗ്നിയുള്ളത് കൊണ്ടാണ്. അതിലുള്ള അഗ്നി ഇങ്ങ് എടുക്കുകയാണെങ്കിൽ വെള്ളം ഐസായി പോകും. അപ്പം വെള്ളത്തെ വെള്ളമായിട്ട് ആ ദ്രവരൂപത്തിൽ നിർത്തുന്നത് അഗ്നിയാണ്.
ഗൃഹ്യജ്ഞാനത്താൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ജ്ഞാനങ്ങളിലൂടെയാണ് അഗ്നിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കത്തിക്കാനും പിടിക്കാനും അല്ല. അതിലൂടെയാണ് നമ്മൾ അഗ്നിയെ മനസ്സിലാക്കുന്നത്. ആദ്യം അഗ്നിയെ മനസ്സിലാക്കിയ എങ്ങനെയാണ്? പാചകത്തിലൂടെയല്ല. അഗ്നി ഉപയോഗിച്ചിട്ട് പാചകം ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വസ്തുക്കളെയെല്ലാം പല രൂപത്തിലും മാറ്റിയിട്ട് നല്ല രുചിയുള്ളതാക്കിയിട്ട് നമുക്ക് ഭക്ഷിക്കുകയെല്ലാം ചെയ്യാം. പിന്നെ മനസ്സിലാക്കി അത് ഉപയോഗിച്ചിട്ട് വേറെ വല്ല സുഖഭോഗ വസ്തുക്കളെല്ലാം ഉണ്ടാക്കാമെന്ന്. മഥനത്തിൽ നിന്നാണ് അഗ്നി ഉത്ഭവിച്ചത്. മഥനം ചെയ്തിട്ട് ഉരച്ചിട്ടാണ് അഗ്നി ആദ്യം ഉണ്ടാക്കിയത്. തടികൾ ഉരച്ചിട്ട്, ഇപ്പോഴും ഉരച്ചിട്ട് തന്നെയാണ്. തീപ്പെട്ടി എങ്ങനെയാണ്? ഉരച്ചിട്ടാണ്. ലൈറ്റർ എങ്ങനെയാണ്? ഉരച്ചിട്ടാണ്. അപ്പം അധികം ഉരച്ചിട്ട് തന്നെയാണ് അഗ്നി ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഹൃദയ കേന്ദ്രത്തിലുണ്ട്. നമ്മളെ ഹൃദയത്തിലും ഊർജ രൂപത്തിൽ അതുണ്ട്. ഹൃദയത്തെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഒരു സിഗ്നൽ സിസ്റ്റമാണ്. നമ്മളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമാരിയുള്ള ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് നമ്മളെ ശരീരത്തിലൂടെ പോകുന്നുണ്ട്. അതാണ് നമ്മളെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഹൃദയത്തിൽ നിന്ന് ഇലക്ട്രിക് പൾസുകൾ പല ഭാഗത്തേക്കും പോയിട്ടാണ് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. അതിന് സഹസ്ര കിരണങ്ങളുണ്ട്. ആയിരക്കണക്കിന് രൂപത്തിൽ പ്രകാശം അത് സ്പ്രെഡ് ചെയ്യും. അഗ്നിയുടെ വെളിച്ചം പല സ്ഥലത്ത് ആയിരക്കണക്കിന് കിരണങ്ങളായിട്ടത് സ്പ്രെഡ് ചെയ്യും. ഈ അഗ്നി 29 ഈ അഗ്നിക്ക് വേണ്ടി സ്തോമവും ഹവിസ്സും അർപ്പിക്കാം. നമ്മൾ ഈ അഗ്നിക്കാണ് ഹവിസ്സുകളെല്ലാം അർപ്പിക്കുന്നത്. ഹവിസ് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു വസ്തു ഉണ്ടാകണമെങ്കിൽ അതുണ്ടാക്കേണ്ട വസ്തു അഗ്നിക്ക് കൊടുക്കണം. ഇപ്പം ചോറുണ്ടാക്കേണ്ടിക്ക് അരിയും വെള്ളവും അഗ്നിക്ക് കൊടുക്കണം. സാമ്പാർ ഉണ്ടാക്കണം, അതിന് വേണ്ട സാധനമെല്ലാം പാത്രത്തിലാക്കിയിട്ട് അഗ്നിക്ക് കൊടുക്കണം. എന്ത് കളിമണ്ണ് പാത്രം ഉണ്ടാക്കേണ്ടിക്ക് കളിമണ്ണ് കുഴച്ചിട്ട് ആ രൂപത്തിലാക്കിയിട്ട് അഗ്നിയിൽ ചൂളയിൽ വെക്കണം. അപ്പോൾ അത് പാത്രമായിട്ട് മാറും. അപ്പം നമ്മൾ അഗ്നിക്കാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഹവിസ്സുകളെല്ലാം അഗ്നിക്ക് അർപ്പിക്കുക. ഈ അഗ്നി ഒരിക്കലും വറ്റാത്ത ഊർജത്തിൻ്റെ കേന്ദ്രമാണ് അഗ്നി. അത് ഒരിക്കലും വറ്റുന്നില്ല. സൂര്യനുള്ളിടത്തോളം കാലം ഊർജവും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കും. അങ്ങനെയുള്ള അഗ്നിയുടെ സംരക്ഷണം ജീവജാലങ്ങൾക്ക്, മനുഷ്യർക്കെല്ലാം ലഭിക്കട്ടെ എന്ന് പറയുകയാണ്. നമുക്കതിൻ്റെ ആവശ്യമുണ്ട്. 30 എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നത് ഈ അഗ്നിയാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നത് ഊർജത്താൽ തന്നെയാണ്. ഇടിയിരിക്കുമ്പോൾ ചൂടെടുക്കുമ്പോൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫാന് തിരിക്കുന്ന എന്താണ്? വൈദ്യുതി. അതും അഗ്നിയുടെ വേറൊരു രൂപമാണ്. പ്രാണൻ സ്വരൂപവും അഗ്നിയിൽ കുടികൊള്ളുന്നു. നമ്മളെ പ്രാണൻ എന്ന് പറയുന്നത് ഒരു തരം ഊർജമാണ്. ആ ഊർജമാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്. വിശ്വത്തെ സൃഷ്ടിച്ചത് ഈശ്വരനാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈശ്വരനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരന് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നത്. എന്തുകൊണ്ട്? ആ ഈശ്വരനാണ് നമുക്ക് ഇത്രയും ഉപകാരമുള്ള അഗ്നിനെയും കൂടി നമുക്ക് ദാനം ചെയ്തത്. സമിത്തുകളിൽ ജ്വലിക്കുന്ന ഈ അഗ്നിയും ഈശ്വരനും കുടികൊള്ളുന്നു. അപ്പോൾ ഈശ്വരൻ എന്നത് അഗ്നിയിലും കുടികൊള്ളുന്നു. ജ്വലിക്കുന്ന അഗ്നിയിലും ഈ ഈശ്വരൻ തന്നെയാണ് കുടികൊള്ളുന്നത്. അതായത് ഈ ഈശ്വരൻ തന്നെയാണ് അഗ്നിരൂപമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ